അല്ല, ആരാ മോര് കൊടുത്തത്? അറിയില്ല സ്വാമി. ആരോ ഒരാള് മോരുമായിട്ട് വന്നു. ഞങ്ങൾക്ക് തന്നതുപോലെ ഏട്ടത്തിക്കും കൊടുത്തു. സംഭവിക്കാനുള്ളത് മാത്രമേ ഈ മലമുകളിൽ സംഭവിക്കുകയുള്ളൂ. ആളിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ എപ്പോ ഉണരുമെന്നുള്ളത് പറയാൻ സാധിക്കില്ല. ചിലപ്പോ നേരം പുലരുമ്പോ ഉണർന്നേക്കാം, അല്ലെങ്കിൽ നാളെ ഇതേ സമയം കഴിഞ്ഞെന്നും വരാം. അത്രയ്ക്ക് ശക്തിയുള്ള ഒന്നാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത്. ട്രീറ്റ്മെന്റിന് വേറെന്തെങ്കിലും സൗകര്യം ഇവിടെ ഉണ്ടോ സ്വാമി? അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ രാത്രി ആ കുട്ടിയെയും കൊണ്ട് മലയിറങ്ങുന്നത് അപകടമാണ്. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. അത് 2 മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളത്തിൽ കലർത്തി കൊടുത്താൽ മതി. അല്ല സ്വാമി, ഏട്ടത്തെ ഉണരാതെ എങ്ങനെയാ ഇത് കൊടുക്കുക? ഇത് കുടിക്കാനുള്ള ബോധമൊക്കെ ഉള്ളിലുണ്ട്. ശരീരം മുഴുവൻ തളർച്ച ബാധിച്ച പോലെ ആവുമെന്നേ ഉള്ളൂ. കണ്ണുകൾ തുറക്കാൻ പറ്റില്ല, പക്ഷേ വെള്ളം കുടിക്കാം. അപ്പോ രാവിലേക്ക് ഉണർന്നില്ലെങ്കിൽ ഏട്ടത്തിക്ക് പൂജയും പറ്റില്ലല്ലോ സ്വാമി. ആര് പൂജ ചെയ്യണമെന്നും ആരുടെ പൂജ സ്വീകരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. നാളെ എന്തൊക്കെയാണ് പൂജയെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. തെക്കങ്കൂർ രാജവംശത്തിന്റെ കുലദൈവമായ രുദ്രദേവന്റെ മൂലസ്ഥാനമാണിത്. രുദ്രദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ഏറ്റവും രൗദ്രഭാവങ്ങളിൽ ഒന്നാണ്. ഇവിടെ വന്ന് വഴിപാടുകൾ നടത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ ആ പരമ്പരയുടെ പിൻതലമുറയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാകണം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയൊരു ബന്ധമില്ല. ആ ബന്ധം ചിലപ്പോൾ നിങ്ങൾക്കറിയണമെന്നില്ല. അതല്ലേ സത്യം? അങ്ങനെ ഒരു ബന്ധം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് വെളിപ്പെട്ട് വന്നാലോ? വരില്ലാന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വാമി പറഞ്ഞു തരാമോ? ഈ മല കയറുക എന്നത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം. ഇവിടുന്ന് കുറച്ചു മാറി ഈ ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് പണ്ട് അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. അവിടുത്തെ കൽവിളക്കിൽ നിന്നും പൂജാരി കൊളുത്തിത്തരുന്ന ദീപം അണയാതെ കൊണ്ടുവന്ന ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ തെളിക്കണം. അതാണ് വഴിപാടിന്റെ അടുത്ത ഘട്ടം. പിന്നീട് ക്ഷേത്രത്തിനകത്ത് നിന്ന് പ്രധാന പൂജാരി നൽകുന്ന പൂർണ്ണ കുംഭവുമായി ക്ഷേത്രത്തിന് 3 വലം വയ്ക്കണം. എന്നിട്ട് അത് മഹാശിവ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യണം. അതോടെ വഴിപാടുകൾ പൂർത്തിയാവും. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ അപൂർവ ഭാഗ്യം വേണം. ഞങ്ങളോടൊപ്പം ഈ പൂജ ചെയ്യാൻ വന്ന ആളാ ഏട്ടത്തെ. അതിനുള്ള നിയോഗം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ആ കുട്ടി ഉണരും. അത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. എന്തായാലും ആദ്യം ഈ മലമുകളിലെ സൂര്യോദയം നിങ്ങൾ കാണണം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഭഗവാൻ തന്നെ കൊണ്ടുവരും. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ശരി സ്വാമി.